ഇന്ന് കക്കായാണ് കറി. ഇത് കണ്ടോ, ഇത്രയും ചെറിയ കക്കായാണ് കിട്ടിയേക്കുന്നത്. ചെറിയ കക്കായ്ക്കാണ് ടേസ്റ്റ് കൂടുതലെന്നാണ് പറയുന്നത്. ഇതുണ്ട്, തീരെ ചെറിയ കക്കയാണ് കേട്ടോ. വലിയ കക്കയാണെങ്കിൽ ഇത് ഞെക്കി ഇതിൻ്റെ ഉള്ളിൽ ഒരു അഴുക്കൊക്കെ ഉണ്ട്, അത് കളയണം കേട്ടോ. ചെറിയ കക്കയായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ഞെക്കി കളയാതെ തന്നെ എടുക്കാം കേട്ടോ. ഇത്രയും ചെറിയ കക്കയാണ്. കായക്കക്കയാണ് ഇത്. കായലിൽ നിന്നും കടയിൽ നിന്നൊക്കെ വാരിയെടുക്കും. ഇത് കായലിൽ നിന്ന് വാരി എടുത്തേക്കുന്ന കക്കയാണ് കേട്ടോ. ഈ കക്ക എങ്ങനെയൊക്കെ കഴിയാലും ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് മണ്ണും മണലും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്തിനാണെന്നറിയാമോ, ഉപ്പിട്ടിട്ട് ഒരു 8-9 പ്രാവശ്യമെങ്കിലും നന്നായിട്ട് ഒലച്ച് കഴുകിയെടുക്കണം കേട്ടോ. കല്ലുപ്പിട്ടിട്ട് ഒരു 8-9 പ്രാവശ്യം നന്നായിട്ട് കഴുകി ഒലച്ച് കഴുകിയെടുക്കണം. എന്നിട്ട് വാരിയെടുത്ത് അധികം വെള്ളമൊന്നും വേകാൻ അടുപ്പത്ത് വെക്കണ്ട കേട്ടോ. കക്കയിൽ ഓൾറെഡി വെള്ളം ഉണ്ടാവും. കുറച്ച് വെള്ളം വെച്ച് കൊടുക്കുക. ഉപ്പും മഞ്ഞൾപ്പൊടിയും പച്ചമുളകും ഒക്കെ കീറിയിട്ട് വേവിച്ചെടുക്കാം. നമുക്ക് ആദ്യം ഇത് നമുക്കൊന്ന് കഴുകിയെടുക്കാം. കക്ക നല്ലതുപോലെ കഴുകി വാരി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഒരു 5-6 പച്ചമുളക് കീറിയിട്ട് കൊടുക്കാം കേട്ടോ. ഇനി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ സ്പൂൺ ഉപ്പ് കേട്ടോ. കുറച്ച് വെള്ളം. കക്ക വേകുമ്പോൾ അതിൽ നിന്ന് വെള്ളം ഇറങ്ങും കേട്ടോ. അതുകൊണ്ട് ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. കക്കായൊക്കെ നല്ലപോലെ വെന്തിരിക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, പാകത്തിനുള്ള വെള്ളമായിരുന്നു, അധികം വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നല്ലപോലെ വെന്തിരിക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഉലർത്തിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ സവോള എടുത്തിട്ടുണ്ട്, ഒരു 5-6 വെളുത്തുള്ളി, ഒരു 3-4 കഷ്ണം തേങ്ങ ഇതുപോലെ വീതി കുറച്ച് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 8-10 ചുവന്നുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, കറിവേപ്പില, ഇതൊരു 3-4 ഗ്രാമ്പു, ഒരു 5 ഏലക്ക, ഒരു സ്പൂൺ പെരുംജീരകം, ഇത്രയും പൊടിച്ചെടുത്തതാണ്. ഇത് നമുക്കിതൊന്ന് ഉലർത്തിയെടുക്കാം. ചട്ടി ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കുറച്ച് കടുകിട്ട് പൊട്ടിക്കാവേ. അതിലേക്ക് നമുക്ക് തേങ്ങാക്കൊത്തുകൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ വറുത്തെടുക്കാനായിട്ട്. തേങ്ങ ഒന്ന് കളറ് മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് വെളുത്തുള്ളിയും ചുവന്നുള്ളി, സവോള, ഇഞ്ചിയും എല്ലാം ചേർത്ത് കൊടുക്കാതെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. സവോള നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. സവോള പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടി ഉപ്പുനീര് ചേർത്ത് കൊടുത്തായിരുന്നു കേട്ടോ ഞാൻ. കക്ക വേവിച്ചപ്പോൾ നമ്മൾ പച്ചമുളക് കീറി ഇട്ടായിരുന്നല്ലോ, എങ്കിലും ഒരു ചെറിയ കളർ കിട്ടാൻ വേണ്ടിയിട്ട് 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുവാണേ. ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഏലക്ക, ഗ്രാമ്പു, പെരുംജീരകപ്പൊടി ഇത് ചേർത്ത് കൊടുക്കുവാണേ. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കക്ക ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ സമയം തീ ഒന്ന് ചെറുതായിട്ട് കുറച്ച് വെക്കണം കേട്ടോ. ഇപ്പം നമുക്ക് ഉപ്പ് നോക്കാം. ഉപ്പില്ലെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പ് കുറച്ചും കൂടെ വേണേ. ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഒരു ചെറിയ സ്പൂൺ ഉപ്പുനീര് ചേർത്ത് കൊടുക്കുവാണേ. കക്ക പൊട്ടി വരുന്ന ശബ്ദം കേട്ടോ. ഈ സമയം നമുക്ക് 1 സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. കുരുമുളക് പൊടിയാണ് ഇതിൻ്റെ രുചി വരുന്നത്. നമുക്ക് ഇളക്കിയെടുക്കാം.
ചെറു തീയിൽ വെച്ച് ഇളക്കി എടുക്കുമ്പം പിന്നെ വെള്ളമൊക്കെ നന്നായിട്ട് പറ്റി നന്നായിട്ട് പൊട്ടി കറുത്ത് വരും കേട്ടോ. അങ്ങനെ കറുത്തുണ്ടാത്തവർക്ക് തീ ഇപ്പം ഓഫ് ചെയ്യുക കേട്ടോ. ഈ ഒരു രീതിയിൽ മാത്രം എടുക്കേണ്ടവർക്ക് തീ ഇപ്പം ഓഫ് ചെയ്യാം. നന്നായിട്ട് പൊട്ടി കറുത്ത് വരേണ്ടവർക്ക് തീ ഒന്ന് കുറച്ച് വെച്ച് കുറച്ച് സമയം കൊണ്ട് ഇളക്കിയെടുക്കാം. തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് തീ ഒരുപാട് വെക്കരുത്. അങ്ങനെ നമ്മുടെ കക്ക റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.